ടിനു സ്വാമിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ കണ്ടതുപോലെ തന്നെ പുറത്തിരുന്നാലും കേടാവാത്ത ഒരു മീൻകറിയായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുൻപിൽ വന്നിരിക്കുന്നത്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നിട്ട് നല്ലതാണെന്ന് ഉണ്ടാക്കിയിട്ട് അഭിപ്രായം അറിയിക്കാൻ മറക്കണ്ട. അതുപോലെ തന്നെ ഞാൻ അതിനകത്ത് കേടാവത്തില്ല എന്ന് പറഞ്ഞതുപോലെ തന്നെ കേടാവാൻ ചാൻസ് ഉള്ളതാണ്. ഇപ്പം നമ്മുടെ കേരളത്തിലെ കാലാവസ്ഥ ചൂട് കൂടിയതാണ്. അപ്പോൾ അതിനകത്ത് ഞാൻ മല്ലിപ്പൊടി അവോയ്ഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ കൊച്ചുള്ളിയൊക്കെ ആരെങ്കിലുമൊക്കെ ചേർക്കുന്നുണ്ടാവും. അതെല്ലാം അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം അവോയ്ഡ് ചെയ്ത് വെച്ചിരിക്കുക. അപ്പോൾ അതൊന്നും ഇല്ലാതാണ് ഞാൻ ഈ മീൻ കറി ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കണം, ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയാനും മറക്കല്ലേ. അങ്ങനെ നമ്മൾ വീഡിയോയിലേക്ക് പോയിട്ട് വരാവേ. ഇനി നമുക്ക് പുറത്തിരുന്നാലും കേടാവാത്ത മീൻ കറി ഉണ്ടാക്കാം. അതിനായിട്ട് 1/2 കിലോ കേരച്ചൂര മീനെടുത്ത് കഴുകി വൃത്തിയാക്കി ഒരു ചട്ടിയിലേക്ക് വെച്ചിരിക്കുന്നു. ഇനി പുളിയിലേക്ക് ഒഴിക്കാനായി വെള്ളം തിളപ്പിക്കാൻ വെക്കാം. 2 കഷ്ണം പുളിയും ഞാൻ എടുത്തിട്ടുണ്ട്. ഇവിടെ പുളി കുറച്ചാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് എന്തോരെയാണ് പുളി വേണ്ടത് അത്രയും ഉപയോഗിക്കുക. ചട്ടി എടുത്തു, അതിലേക്ക് നമ്മൾ കറിവേപ്പിലകൾ നിരത്തി. ഇനി ഇതിലേക്ക് മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇട്ട് കൊടുക്കുന്നു. ശേഷം നമ്മൾ പൊടികൾ എടുക്കാൻ പോവുകയാണ്. പൊടി ഞാൻ എടുത്തിരിക്കുന്നതെന്ന് പറഞ്ഞാൽ കാശ്മീരി ചില്ലി പ്ലസ് സാദാ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉലുവാപ്പൊടി, ഇതാണ് ഞാൻ എടുത്ത് വെച്ചിരിക്കുന്നത്. ഇനി നമ്മൾക്ക് ആവശ്യം വെളുത്തുള്ളി, ഇഞ്ചി, കറിവേപ്പില. നമ്മുടെ വെള്ളം തിളച്ചു. ഇനി നമുക്ക് പുളിയിലേക്ക് ഇട്ട് കൊടുക്കാം. പുളിയിലേക്ക് ഇട്ട് കൊടുത്തു കഴിഞ്ഞ് നമുക്ക് ഒരു ചീനച്ചട്ടി എടുത്ത് വെക്കാം. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു, ഉലുവ ഇട്ടു, കടുകിട്ടു. കടുകിട്ട് കഴിഞ്ഞ് വെളുത്തുള്ളി ഇട്ടു. അതും ഒന്ന് മൂത്ത് വന്നപ്പോൾ നമുക്ക് ഇഞ്ചി ഇട്ട് കൊടുക്കാം. ഇഞ്ചി ഇട്ടു. ഇനി നമുക്ക് എടുത്ത് വെച്ചിരിക്കുന്ന പൊടികളൊന്ന് കുഴച്ചെടുക്കാം. പൊടികൾ കുഴയ്ക്കാൻ പുളിവെള്ളം തന്നെ എടുക്കുക. പുളിവെള്ളത്തിൽ നമ്മൾ കുഴച്ചു. അപ്പം നമ്മൾ എടുത്തിരിക്കുന്ന പൊടികളെന്ന് പറയുന്നത് 3 സ്പൂൺ കാശ്മീരി ചില്ലി, 1/2 സ്പൂൺ സാദാ മുളക് പൊടി. അപ്പോഴത്തേക്കും നമ്മുടെ കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത ശേഷം നമ്മൾ പേസ്റ്റാക്കി ചെയ്തിരിക്കുന്ന ഈ മസാലക്കൂട്ടും കൂടി ഇട്ട് കൊടുക്കാം. അത് നമ്മൾ ചീനച്ചട്ടിയിലിട്ടു നന്നായി ഇളക്കിക്കൊണ്ടേ ഇരിക്കുക. കാരണം ചെറു തീയിലിട്ട് വേവിക്കുക. വേഗം കരിഞ്ഞുവാൻ സാധ്യതയുണ്ട്. എങ്കിലും നമ്മൾ നന്നായി ഇളക്കിക്കൊണ്ട് ഇരിക്കുക. അങ്ങനെ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വരട്ടെ. അങ്ങനെ എണ്ണ തെളിഞ്ഞ് വരുമ്പോഴേക്കും നമ്മൾ അത് ഇനി മീൻകറിയിലോട്ട് എടുത്തൊഴിക്കാൻ പോവുകയാണ്. എണ്ണ തെളിഞ്ഞു. അപ്പോൾ ഇപ്പോൾ മസാല പാകമായി എന്നാണ് അർത്ഥം. അങ്ങനെ നമ്മൾ മസാലയൊക്കെ അതിലേക്ക് ഇട്ടു. ശേഷം നമ്മൾ ആ ചട്ടിയിൽ കുറച്ച് വെള്ളം എടുത്ത് തിളപ്പിക്കാൻ വെച്ചു. അങ്ങനെ മീൻകറി ഒന്ന് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. തീയൊക്കെ ഞാൻ കൊടുത്താണ് അതിൽ വെച്ചിരിക്കുന്നത്. അങ്ങനെ മീൻകറിയൊക്കെ ഒന്ന് തിളച്ച് വരികയാണ്. അപ്പം നമ്മൾ അതിലേക്ക് ഉപ്പ് വിതറി ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ഉപ്പ് ചേർത്തു. അപ്പം നമ്മുടെ പുളി ഇനി ഇതിലേക്ക് എടുത്തിടാം. 2 കഷ്ണം പുളിയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അങ്ങനെ പുളി വിട്ടു. ഈ വെള്ളം ഒന്ന് തിളക്കട്ടെ. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യമായ വെള്ളം എടുത്തൊഴിക്കാം. അങ്ങനെ ആ ചൂടുവെള്ളവും അതിലേക്ക് ഒഴിച്ചു. അങ്ങനെ മീൻ ഇനി നമുക്ക് നല്ല ഫുൾ തീയിൽ വെച്ച് ഒന്ന് വേവിച്ചെടുക്കാം. ഒന്ന് മൂടിയൊക്കെ ഇരിക്കട്ടെ. തിളച്ച് വരുമ്പോൾ നമുക്ക് അതിനാവശ്യമായ സാധനങ്ങളുണ്ടോ എന്ന് നോക്കിയിട്ട് പോരായ്മ ഉണ്ടെങ്കിൽ ചേർക്കാം. അങ്ങനെ ഞാൻ മുഴുവൻ തീയിലും വേവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം തുറന്ന് ഞാനൊന്ന് നോക്കി. അങ്ങനെ ഓരോന്നൊക്കെ നോക്കിയിരിക്കുകയാണ്. അപ്പോഴത്തേക്കും എന്തിൻ്റെ പുളിയും ഉപ്പും ഒക്കെ നമുക്കൊന്ന് നോക്കണ്ടേ. അതിന് മുന്നായിട്ട് നമുക്കിതൊന്ന് ചുറ്റിച്ച് കൊടുക്കാം. ചുറ്റിച്ച് കൊടുത്ത ശേഷം നമുക്കൊന്നുകൂടെ അത് അടച്ചു വെക്കാം. അടച്ചു വെച്ച ശേഷം നമുക്കിനി ഇതിൻ്റെ പുളിയും ഉപ്പുമൊക്കെ ഒന്ന് നോക്കാം. അങ്ങനെ ഞാൻ പുളിയും ഉപ്പുമൊക്കെ നോക്കാൻ പോവുകയാണ്. അങ്ങനെ പുളിയും ഉപ്പുമൊക്കെ നോക്കി എല്ലാം കറക്റ്റായിട്ടുണ്ട്. അപ്പം ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് കറിവേപ്പിലും കൂടെ എന്നിട്ട് ഒന്നും കൂടെ അടച്ചു വെക്കാം. അതിനുശേഷം ഞാൻ ഇതിലേക്ക് കുറച്ചിട്ടിരിക്കുന്നത് ശകലം ഉലുവാപ്പൊടിയാണ് ഇട്ടിരിക്കുന്നത്. ഇത് നമ്മൾ കുഞ്ഞുങ്ങൾക്ക് ചെറുപ്പത്തിൽ കൊടുത്ത സ്പൂണില്ലേ കുറുക്ക് കൊടുക്കുന്നത്, ആ സ്പൂണിലാണ് ഞാനിത് എടുത്തിരിക്കുന്നത്. അങ്ങനെ മീൻകറിയൊക്കെ റെഡിയായി. അപ്പോൾ നിങ്ങളിങ്ങനെയാണോ മീൻകറി ഉണ്ടാക്കുന്നത്? ഇല്ലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കുക. ഉണ്ടാക്കിയിട്ട് കമൻറ്റിൽ അറിയിക്കാൻ മറക്കല്ലേ. ഹായ്, എല്ലാവരും മീൻകറിയൊക്കെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. കണ്ടില്ലേ? അപ്പം ഈ മീൻകറി ഉണ്ടാക്കി നോക്കിയിട്ട് എന്നെ അഭിപ്രായം അറിയിക്കാൻ ആരും മറക്കല്ലേ. അപ്പം പുതിയൊരു എപ്പിസോഡ് കാണുന്നതായിരിക്കും. ബൈ.